ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാദജ്യോതിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് എനർജിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഓൾറെഡി റിലേഷൻഷിപ്പിൽ ഉള്ളവർക്കുള്ള മെസ്സേജാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് വരാൻ പോകുന്നത്, എന്ത് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ അടുത്ത റിലേഷൻഷിപ്പിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്നാണ് ഞാനിപ്പോൾ കാർഡ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെയൊക്കെ മനസ്സിൽ വിചാരിച്ചോളൂ. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളുടെ കറണ്ട് എനർജി എടുക്കുകയാണ് റിലേഷൻഷിപ്പിൽ. ഓക്കെ, കട്ടിങ് ഡൗൺ. ഇപ്പോൾ നിങ്ങളത്ര ഒരു നല്ല എന്താ പറയുക, റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് പോകുന്ന ഒരവസ്ഥയല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ സെപ്പറേഷനിലൂടെ കടന്നു പോവാണ്. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് കുറച്ച് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെ കടന്നു പോവാണ്. ഒരു സെപ്പറേഷനിലൂടെ, ഒരു വിഷമത്തിലൂടെ കടന്നു പോവുകയാണ് നിങ്ങൾ എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാം മതിയായി, കട്ടിങ് ഡൗൺ ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അത്ര ഒരു പോസിറ്റീവായിട്ടുള്ള ഒന്നും കിട്ടിയില്ല. അതാവാം നിങ്ങളുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. കൂടുതൽ കാർഡ്സ് ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങൾ കുറച്ച് റിസ്ക് ഒക്കെ എടുത്തിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. കുറച്ച് റിസ്ക് എടുത്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഇതിൽ അനുഭവപ്പെട്ടു. എന്താ പറയുക, നിങ്ങൾ കൊടുത്തൊരു എഫേർട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയൊരു എഫേർട്ട് നിങ്ങൾ ഇനിയും മുമ്പോട്ട് പോകാനായിട്ടൊരു താല്പര്യം കാണിക്കുന്നുണ്ടാവില്ല. നിങ്ങൾക്കിതെന്തോ എൻഡായ ഒരു ഫീലാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എൻഡായി, നിങ്ങളുടെ ഉള്ളിൽ ഇത് അവസാനിച്ചു. ഇതിൽ ഭയങ്കര റിസ്ക്കുകളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഒരു റിസ്ക് എടുത്തിട്ടായിരിക്കും നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്നത് തന്നെ, പക്ഷെ വീണ്ടും നിങ്ങൾക്ക് റിസ്ക്കി ആയിട്ട് ഇത് തോന്നുന്നു. ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാവുന്നത്. ഇനി നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജി ഞാനൊന്ന് നോക്കാം. എന്താണ് നിങ്ങളുടെ പാർട്ട്ണറുടെ റിലേഷൻഷിപ്പ് എനർജി ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണർ പഴയ കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് പഠിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അവരുടെ പാസ്റ്റിലെ മിസ്റ്റേക്ക് എന്നവർ ഒരുപാട് പഠിച്ചു. നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണ് അവർ. ഒരു ക്യാമറയിൽ പകർത്തിയെടുത്തിട്ട് നമ്മളത് കാണുന്നത് പോലെ അവർ കാണുകയാണ് കാര്യങ്ങൾ. പഴയ കാര്യങ്ങളൊക്കെ റിവൈൻഡ് ചെയ്ത് നോക്കുന്നുണ്ട്. പഴയ മെമ്മറീസ് അവരുടെ ഉള്ളിൽ വരുന്നുണ്ട്. അവർ പഴയ മിസ്റ്റേക്സ് നിന്ന് ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ അവരുടെ കറണ്ട് എനർജി എന്ന് പറയുന്നത്. ഇതൊരു കാർമിക് റിലേഷൻഷിപ്പാണ് എന്നുള്ളത് വ്യക്തമായിട്ട് കാർഡ് വന്നിട്ടുണ്ട്. കാർമിക് റിലേഷൻഷിപ്പാണ് കാര്യം. അതുകൊണ്ട് തന്നെയാണ് ട്രിഗേഴ്സ് ഒരുപാട് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിഗറുകളും പ്രശ്നങ്ങളും ഫൈറ്റും ഒക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജി എന്ന് പറയുന്നത് അത്ര സ്മൂത്ത് എനർജി ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളുടെ എനർജിയിലും കട്ടിങ് ഡൗൺ ചെയ്യണം എന്ന ഒരു മനസ്സാണ്. അവരുടെ എനർജി എടുത്ത് നോക്കിയാൽ പോലും അവരും ലെറ്റ് ഗോ ചെയ്യാനുള്ളൊരു, രണ്ടുപേരുടെ സൈഡിൽ നിന്ന് ഇനി എഫർട്ടൊന്നും എടുക്കാൻ വയ്യ, എനിക്ക് മതിയായി എന്നൊരു ഇതിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. സോ ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്തത് കാണുന്നതും ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലെറ്റ് ഗോ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എനിക്ക് കാണാൻ പറ്റുന്നത്. യൂണിവേഴ്സ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഈ സാഹചര്യം അധികകാലം ഉണ്ടാവില്ല. നിങ്ങൾ ഒരുപാട് സഹിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. സഹിച്ച് പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളെന്നാണ് യൂണിവേഴ്സ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ രണ്ട് ഭാഗത്തും അങ്ങനെ തന്നെ ആവാം. രണ്ടുപേരും സഹിച്ച് തന്നെയായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ തൽക്കാലം ഒരു സഹനം നിങ്ങൾ വിട്ടുകൊടുക്കാതെ പിടിച്ച് നിൽക്കാനായിട്ട് പറയുകയാണ്. നിങ്ങളൊരിക്കലും നിങ്ങളുടെ മനസ്സ് വിട്ടുകൊടുക്കരുത്. അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങളുടെ ഹയർ സെൽഫായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറയണം. യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യുക. ഒരു കാർമിക് റിലേഷൻഷിപ്പാണിതെന്ന് തോന്നുകയാണെങ്കിൽ അതിനെ വിട്ട് കളയാൻ നിങ്ങൾ ധൈര്യം കാണിക്കണം. അതിനുവേണ്ടി നിങ്ങൾക്കിപ്പോൾ ഒരു കൗൺസിലിംഗ് ഒക്കെ എടുക്കണം. നിങ്ങൾ ഡിപ്രഷനിലൂടെയൊക്കെ പോകുകയാണെങ്കിൽ ഒരു കൗൺസിലിംഗ് ഒക്കെ എടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഗൈഡൻസ് ആർട്ടിൽ നിന്നെങ്കിലും ഗൈഡൻസ് എടുക്കുന്നത് വളരെ നന്നായിരിക്കും.
എന്നാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. ഈ ഒരവസ്ഥയിൽ നിങ്ങൾ തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരവസ്ഥയിൽ വരരുത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഒരു ഗൈഡൻസ് എടുക്കുക, ഒരു സൈക്കോളജിസ്റ്റിനെ കാണാം. നിങ്ങൾ ഡിപ്രഷനിലോട്ട് പോകുകയാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുകയോ വേണ്ട ഒരു ഗൈഡൻസ് ഒക്കെ എടുക്കുകയോ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ് പിടിച്ച് നിൽക്കേണ്ട. ഓക്കെ, അപ്പോൾ കട്ടിങ് ഡൗൺ ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. കാർമിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മൾ എത്ര മേക്കപ്പ് ചെയ്യാൻ നോക്കിയാലും അത് നടക്കില്ല. സോ അത് നെഗറ്റീവായിട്ട് തന്നെ വരും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. ലെറ്റ് ഗോ ചെയ്തതിന് ശേഷം നിങ്ങളൊരു ഗൈഡൻസ് എടുക്കുക. അറിയാവുന്ന ആരിൽ നിന്നെങ്കിലും ഒരു ഗൈഡൻസ് സ്വീകരിക്കുക. അത് മീൻസ് ഇനി മുമ്പോട്ട് ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ എനിക്ക് ഈ ഇമോഷണൽ ഡാമേജിൽ നിന്ന് പുറത്ത് വരാം എന്നുള്ളത് ഒരു കൗൺസിലിങ്ങിനൊക്കെ പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്ത് നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.